ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. അതിപുരാതന ശ്രീരാമസ്വാമി ക്ഷേത്രമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലാണ്. ഇത് സാരമായ ഭഗവത് ചൈതന്യ ശോഷണത്തിന് ഇടവരുത്തുന്നു. കേരളീയ വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും അനുസരിച്ചാണ് ഈ ശ്രീകോവിൽ പുതുക്കി പണിയേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രത്തിൽ സമാരംഭം കുറിച്ചു. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയ്ക്ക് സ്വീകരണം നൽകി. തുടർന്ന് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. രാജശ്രീയുടെ ഈശ്വര പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. സേവാസമിതി സെക്രട്ടറി N വാസുദേവൻ സ്വാഗതം പറഞ്ഞു. ഇതുപോലൊരു പ്രൗഢമായ സഭ അപൂർവമായിട്ട് മാത്രം ക്ഷേത്രത്തിൽ വരുന്ന ഒരു സഭയാണ്. മറ്റുള്ള എന്തെങ്കിലും ഒരു ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും നമ്മളിവിടെ കൂടാറുള്ളത്. ഇതങ്ങനെയല്ല. ഒരു ടാസ്ക്, വലിയൊരു കാര്യപദ്ധതി ഏറ്റെടുക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രവർത്തകർക്ക് ഉത്തേജനം നൽകുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള ആളുകളാണ്. ഒരു ഔപചാരികതയിൽ സ്വാഗതം ചെയ്യേണ്ടവരല്ല അവർ. ഹൃദയം പറിച്ചു നൽകാനും മതിയാവില്ലാത്ത രീതിയിലുള്ളൊരു സഹകരണം പ്രവർത്തകർക്ക് നൽകുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഈ സഭയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളത് അല്പം ഭാരമുള്ള പണിയാണ്. R നീലകണ്ഠ വാര്യർ അധ്യക്ഷത വഹിച്ചു. ശ്രീമദ് അഗസ്ത്യ മഹർഷിയാൽ പ്രതിഷ്ഠിതമായ നമ്മുടെ ഈ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ദേശനാഥനായ അനുഗ്രഹം ചെഞ്ഞുകൊണ്ട് വിരാജിക്കുന്ന ശ്രീരാമസ്വാമിയുടെ ക്ഷേത്ര ശ്രീകോവിൽ കാലപ്പഴക്കം കൊണ്ട് തികച്ചും ജീർണാവസ്ഥയിലായിരിക്കുകയാണെന്ന് ഏവർക്കും അറിവുള്ളതാണല്ലോ. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ സ്ഥിതി. മുകളിൽ നിന്ന് വാർക്ക കഷ്ണങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ അടുത്തിടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മുമ്പിൽ തന്നെ ഒരു വെള്ളി കഷ്ണം അടർന്നു വീണു. പിന്നെ ഗർഭഗ്രഹം ഉള്ളതുകൊണ്ട് തൽക്കാലം ഭഗവാൻ നനയാതെ സുരക്ഷിതമാണ്. ഇനി തച്ചുശാസ്ത്ര വിധിപ്രകാരവും കേരളീയ വാസ്തുശാസ്ത്ര വിധിപ്രകാരവും അനുസരിച്ച് മനോഹരമായ ഒരു ശ്രീകോവിൽ നിർമ്മാണം നടത്തി ഭഗവാനെ സമർപ്പിക്കാൻ നാം നിർബന്ധിതരായിരിക്കുകയാണ്. കൊത്തുപണികളോടുകൂടിയ 20 കരിങ്കൽ തൂണുകൾ, ഉത്തരം 60-ൽ പരം കഴുക്കോൽ, വള, പട്ടികയുടെ മുകളിൽ 1.4 ഇഞ്ച് കനക്കൽ പലക, പലകയുടെ മുകളിൽ ചെമ്പോല പൊതിയൽ, ഇങ്ങനെയാണ് നമ്മൾ ശ്രീകോവിൽ പുനരുദ്ധാരണ വിഭാവനം ചെയ്തിരിക്കുന്നത്. ബ്രഹ്മശ്രീ പ്രൊഫസർ ഡോക്ടർ VS വിഷ്ണുപോറ്റി ആമുഖ പ്രഭാഷണം നടത്തി. രാമായണം ജീവിതത്തിൽ പകർത്തിയ സദ്ഗുണങ്ങൾ ഇന്നത്തെ തലമുറ അറിയേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ചെറുപ്പക്കാര്, കുഞ്ഞുങ്ങള്, മധ്യവയസ്കര്, വയസ്സായവര്, ഇങ്ങനെ വൃദ്ധര്, ആബാലവൃദ്ധം ജനങ്ങൾക്ക് ദിവസവും ആധുനിക ലോകത്തെ അഭിമുഖീകരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം, വഴി അറിയാതെ കഷ്ടപ്പെടുന്ന മാനസിക സംഘർഷം. ഒരു ദിവസം 14ഓളം കുട്ടികൾ ഈ കൊച്ചു കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. ഇന്നത്തെ പേപ്പറിൽ എനിക്ക് വായിച്ചാൽ മനസ്സിലാവും. അത്രയധികം സംഘർഷങ്ങളോടുകൂടി എങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കണം ഈ ജീവിതത്തെ എന്നറിയാതെ വലയുന്ന ഒരു യുവ സമൂഹം നമ്മുടെ മുൻപിൽ നിലനിൽക്കുകയാണ്. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തി. തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തൃക്കളത്തൂരപ്പൻ എത്രമാത്രം ഈ ഗ്രാമപ്രദേശത്തിൻ്റെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യാശയും പ്രതീക്ഷയും അതിന് മുമ്പിലുള്ള സമർപ്പണവും എനിക്കിവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെട്ടു. ആത്മീയതയെ സംബന്ധിച്ചുള്ള നമ്മുടെ വഴിത്താരയിലും നമ്മുടെ ആത്മീയതയുടെ പൊരുൾ തേടുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ വൈവിധ്യമെന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. നമ്മൾ വൈരുദ്ധ്യമെന്ന് പറയാറില്ല. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വിജയശ്രീലാളിതനായി രാവണവധവുമൊക്കെ കഴിഞ്ഞ്, യുദ്ധം കഴിഞ്ഞ് തിരിച്ച് അയോധ്യയിലെത്തിയപ്പോൾ അദ്ദേഹം തിരക്കി
അന്നത്തെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിച്ചിരുന്ന വിഭാഗങ്ങളുണ്ട് അവിടെ. അവരെയും നമ്മൾ ചർവാകായ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂണൂല് മാറ്റുമ്പം, ഞങ്ങൾ കോഴിക്കോടുണ്ട്, മറ്റു സ്ഥലത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് നമ്മൾ സമർപ്പണം ചെയ്യുന്ന പിതൃ സ്മരണ പുതുക്കുന്ന, അതിനുവേണ്ടിയുള്ള പിണ്ഡം വയ്ക്കുന്ന അവസരത്തിൽ ചാർവാകായ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം ചെയ്യുന്നത് കാണാൻ എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ ചാർവാക ദർശനത്തെ ഈശ്വര നിഷേധത്തിൻ്റെതായിട്ടാണ് പൊതുവിൽ പറഞ്ഞിട്ടുള്ള രണ്ട് വ്യൂ ഉണ്ട്. അതേപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ട്. മുൻ ശബരിമല മേൽശാന്തിയും ക്ഷേത്രം രക്ഷാധികാരിയുമായ ബ്രഹ്മശ്രീ ആർട്ടശ്ശേരി രാമൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാത്മാ പ്രതിനിധി ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ നേർന്നു. പുനരുദ്ധാരണ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസ്, ജനറൽ കൺവീനർ ജി ശ്രീകുമാർ, മാതൃസമിതി പ്രസിഡന്റ് സരസ്വതി അമ്മ, യോഗക്ഷേമ സഭ, വാര്യർ സമാജം, മാരാർ സഭ പ്രതിനിധികൾ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴവന്നൂർ.